പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സമാഗമന കൂടാരം എന്ന വിഷയം ആസ്പദമാക്കി തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരം എന്ന പേരിന്റെ അർത്ഥം. ഉത്തരം: ദൈവം സ്വന്തം ജനവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലം. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിന്റെ ഭാഗങ്ങൾ എത്ര ഏവ? ഉത്തരം: 3. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഏവ? ഉത്തരം: 1 യാഗപീഠം, 2 താമ്രത്തൊട്ടി, 3 ധൂപപീഠം, 4 കാഴ്ചയപ്പത്തിന്റെ മേശ, 5 തങ്ക നിലവിളക്ക്, 6 നിയമപ്പെട്ടകം, 7 കൃപാസനം. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരം എന്തിന്റെ അടയാളമായിരുന്നു? ഉത്തരം: ദൈവം സ്വന്തം ജനത്തിന്റെ നടുവിൽ വസിക്കുന്നതിന്റെ. പുറപ്പാട് 25:8. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിന്റെ മാതൃക മോശയ്ക്ക് കൊടുത്തതാര്? ഉത്തരം: യഹോവയായ ദൈവം. പുറപ്പാട് 25:9. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിന്റെ വിവിധ പേരുകൾ. ഉത്തരം: 1 തിരുനിവാസം, 2 സമാഗമന കൂടാരം, 3 സാക്ഷ്യകൂടാരം, 4 കൂടാരം, 5 യഹോവയുടെ കൂടാരം, 6 സമാഗമന കൂടാരം എന്ന തിരുനിവാസം, 7 വിശുദ്ധ മന്ദിരം, 8 യഹോവയുടെ ആലയം. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തെ സാക്ഷ്യകൂടാരമെന്ന് വിളിച്ചത് എന്തുകൊണ്ട്? ഉത്തരം: നിയമത്തിന്റെ കൽപ്പലകകൾ സൂക്ഷിച്ചിരുന്നതുകൊണ്ട്. സംഖ്യ 9:15. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിന്റെ പണിയുടെ മേൽനോട്ടക്കാർ ആരായിരുന്നു? ഉത്തരം: ബസലേൽ, ഒഹലിയാബ്. ക്വസ്റ്റ്യൻ: ബസലേലിന്റെ ഗോത്രമേത്? ഉത്തരം: യഹൂദ. ക്വസ്റ്റ്യൻ: ഒഹലിയാബിന്റെ ഗോത്രമേത്? ഉത്തരം: ദാൻ. ക്വസ്റ്റ്യൻ: തിരുനിവാസത്തിന്റെ അളവ് എത്ര? ഉത്തരം: 30 മുഴം നീളവും 10 മുഴം വീതിയും. ക്വസ്റ്റ്യൻ: തിരുനിവാസത്തിന്റെ 2 ഭാഗങ്ങൾ ഏവ? ഉത്തരം: വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. ക്വസ്റ്റ്യൻ: വിശുദ്ധ സ്ഥലത്തിന്റെ അളവ് എത്ര? ഉത്തരം: 20 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരം. ക്വസ്റ്റ്യൻ: അതിവിശുദ്ധ സ്ഥലത്തിന്റെ അളവ് എത്ര? ഉത്തരം: 10 മുഴം സമചതുരം. 10 മുഴം നീളം, 10 മുഴം വീതി, 10 മുഴം ഉയരം. ക്വസ്റ്റ്യൻ: എബ്രായ ലേഖനത്തിലെ മുൻ കൂടാരം എന്താണ്? ഉത്തരം: വിശുദ്ധ സ്ഥലം. ക്വസ്റ്റ്യൻ: പ്രാകാരത്തിന്റെ അളവ് എത്ര? ഉത്തരം: 100 മുഴം നീളം, 50 മുഴം വീതി, 5 മുഴം ഉയരം. പുറപ്പാട് 27:9-18 വരെ. ക്വസ്റ്റ്യൻ: പ്രാകാരത്തിന്റെ ചുറ്റുവേലിയുടെ പൊക്കം എന്താണ്? ഉത്തരം: 5 മുഴം. പുറപ്പാട് 27:18. ക്വസ്റ്റ്യൻ: പ്രാകാരത്തിന്റെ തൂണുകൾ എത്ര? ഉത്തരം: 60. പുറപ്പാട് 27:9-18 വരെ. ക്വസ്റ്റ്യൻ: തൂണുകൾ തമ്മിലുള്ള അകലം എന്താണ്?
ഉത്തരം 5 മുഴം. ക്വസ്റ്റ്യൻ തൂണുകളുടെ മുകൾ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോഹനിർമ്മിതമായ പട്ടയുടെ പേരെന്ത്? ഉത്തരം മേൽ ചുറ്റുപടി. ക്വസ്റ്റ്യൻ പ്രാകാരവാതിൽ ഏതു വശത്താണ്? ഉത്തരം കിഴക്ക്. ക്വസ്റ്റ്യൻ പ്രാകാരവാതിലിന്റെ അളവ് എത്ര? ഉത്തരം 20 മുഴം നീളവും 5 മുഴം ഉയരവും. ക്വസ്റ്റ്യൻ എന്തിൻ്റെയെല്ലാം തൂണുകൾക്കുമാണ് വെള്ളി കൊണ്ട് മേൽചുറ്റുപടി വേണ്ടത്? ഉത്തരം പ്രാകാരത്തിന്റെ. പുറപ്പാട് 27:17. ക്വസ്റ്റ്യൻ പ്രാകാരത്തിലെ ഉപകരണങ്ങൾ ഏവ? ഉത്തരം യാഗപീഠം, താമ്രത്തൊട്ടി. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിന് എത്ര മൂടുശീല ഉണ്ടായിരുന്നു? ഉത്തരം 10. പുറപ്പാട് 26:1. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിലെ മൂടുശീലകൾ ഏതൊക്കെ നൂൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഉത്തരം പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ. പുറപ്പാട് 26:1. ക്വസ്റ്റ്യൻ മൂടുശീലയുടെ നീളം, വീതി ഇവ എന്ത്? ഉത്തരം 28 മുഴം നീളം, 4 മുഴം വീതി. പുറപ്പാട് 26:2. ക്വസ്റ്റ്യൻ ഒരു മൂടുശീലയിൽ എത്ര കണ്ണിയുണ്ടായിരിക്കണം? ഉത്തരം 50. ക്വസ്റ്റ്യൻ കോലാട്ട് രോമം കൊണ്ടുള്ള മൂടുശീലയുടെ മൂടുവിരി എവിടെയാണ് ഇടേണ്ടത്? ഉത്തരം തിരുനിവാസത്തിന്മേൽ. പുറപ്പാട് 26:7. ക്വസ്റ്റ്യൻ മൂടുവിരിക്ക് മേലുള്ള പുറമൂടികൾ എന്തൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്? ഉത്തരം ആട്ടുകൊറ്റത്തോൽ കൊണ്ടും തഹശ് തോൽ കൊണ്ടും. പുറപ്പാട് 26:14. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിന് ആകെ എത്ര പലകകൾ ഉണ്ടായിരുന്നു? ഉത്തരം 48. പുറപ്പാട് 26:18. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിലെ ഓരോ പലകയുടെയും അളവ് എത്ര? ഉത്തരം 10 മുഴം നീളം, 1.5 മുഴം വീതി. പുറപ്പാട് 26:16. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിന്റെ ഓരോ പലകയ്ക്കും എത്ര കുടുമ ഉണ്ടായിരുന്നു? ഉത്തരം 2. പുറപ്പാട് 26:17. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിലെ അന്താഴങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? അവ എത്രയുണ്ട്? ഉത്തരം ഖദിരമരം കൊണ്ട്. 15. പുറപ്പാട് 26:26-27 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിന്റെ തെക്ക് വശത്ത് എത്ര പലകകൾ ഉണ്ടായിരുന്നു? ഉത്തരം 20. പുറപ്പാട് 26:18. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിന്റെ വടക്ക് വശത്ത് എത്ര പലകകൾ ഉണ്ടായിരുന്നു? ഉത്തരം 20. പുറപ്പാട് 26:22. ക്വസ്റ്റ്യൻ കുടുമ ഏത് ലോഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു? ഉത്തരം വെള്ളി. പുറപ്പാട് 26:19. ക്വസ്റ്റ്യൻ 20 പലകയ്ക്ക് എത്ര കുടുമയാണ്? ഉത്തരം 40. പുറപ്പാട് 26:19. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിന്റെ പടിഞ്ഞാറ് വശത്ത് എത്ര പലകകൾ? ഉത്തരം 6. പുറപ്പാട് 26:22. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിന്റെ മൂലയ്ക്കുള്ള പലക എത്ര?
ഉത്തരം E2. പുറപ്പാട് 26-23. ക്വസ്റ്റ്യൻ, തിരുനിവാസത്തിന്റെ പലകകൾ തമ്മിൽ യോജിപ്പിച്ചതെങ്ങനെ? ഉത്തരം അന്താഴങ്ങളാൽ. പുറപ്പാട് 26-26. ക്വസ്റ്റ്യൻ, പലകയും അന്താഴവും വളയങ്ങളും എന്തുകൊണ്ടാണ് പൊതിയേണ്ടത്? ഉത്തരം പൊന്നുകൊണ്ട്. പുറപ്പാട് 26-29. ക്വസ്റ്റ്യൻ, അന്താഴങ്ങൾ ഏതിൽ കൂടിയാണ് കടത്തിവിടുന്നത്? ഉത്തരം വളയങ്ങൾ. പുറപ്പാട് 26-29. ക്വസ്റ്റ്യൻ, കൂടാരത്തിന്റെ വാതിൽ എന്താണ്? ഉത്തരം മറശ്ശീല. പുറപ്പാട് 26-36. ക്വസ്റ്റ്യൻ, മറശ്ശീല നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ച വസ്തുക്കൾ ഏവ? ഉത്തരം നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. പുറപ്പാട് 26-36. ക്വസ്റ്റ്യൻ, വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന മറയുടെ പേരെന്ത്? ഉത്തരം തിരശീല. ക്വസ്റ്റ്യൻ, വിശുദ്ധ സ്ഥലത്തിലേക്കുള്ള വാതിൽ ഏതു വശത്താണ്? ഉത്തരം കിഴക്ക്. ക്വസ്റ്റ്യൻ, വിശുദ്ധ സ്ഥലത്തിലെ ഉപകരണങ്ങൾ ഏവ? ഉത്തരം 1 കാഴ്ചയപ്പത്തിന്റെ മേശ, 2 നിലവിളക്ക്, 3 ധൂപപീഠം. ക്വസ്റ്റ്യൻ, അതിവിശുദ്ധ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? ഉത്തരം 1 നിയമപ്പെട്ടകം, 2 കൃപാസനം. ക്വസ്റ്റ്യൻ, കൃപാസനത്തിന്റെ അളവ്? ഉത്തരം 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം. പുറപ്പാട് 25-10. ക്വസ്റ്റ്യൻ, മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്യുന്നതാര്? ഉത്തരം കെരൂബുകൾ. പുറപ്പാട് 25-20. ക്വസ്റ്റ്യൻ, മൂടുശീലയിൽ നെയ്ത്തുകാരൻ ചിത്രപ്പണിയായി ചെയ്തിരിക്കുന്നതെന്ത്? ഉത്തരം കെരൂബുകൾ. പുറപ്പാട് 26-1. ക്വസ്റ്റ്യൻ, തിരശീല ഏതൊക്കെ നൂൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഉത്തരം നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. പുറപ്പാട് 26-31. ക്വസ്റ്റ്യൻ, പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ തൂക്കിയിടേണ്ടത് എന്ത്? ഉത്തരം തിരശീല. പുറപ്പാട് 26-32. ക്വസ്റ്റ്യൻ, അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനം വെക്കേണ്ടത് എവിടെ? ഉത്തരം സാക്ഷ്യപ്പെട്ടകത്തിന്മീതെ. പുറപ്പാട് 26-34. ക്വസ്റ്റ്യൻ, ഹോമയാഗപീഠം വെച്ചിരുന്നത് എവിടെ? ഉത്തരം തിരുനിവാസത്തിന്റെ വാതിലിനു മുമ്പിൽ. പുറപ്പാട് 40-29. ക്വസ്റ്റ്യൻ, സമാഗമന കൂടാരത്തിലെ 2 യാഗപീഠങ്ങൾ ഏവ? ഉത്തരം ഹോമയാഗപീഠവും ധൂപപീഠവും. ക്വസ്റ്റ്യൻ, നീളവും വീതിയും തുല്യമായ ഒരു ഉപകരണം സമാഗമന കൂടാരത്തിലുണ്ട്. ഏതാണ് ആ ഉപകരണം? ഉത്തരം യാഗപീഠം. പുറപ്പാട് 27-1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, യാഗപീഠത്തിന്റെ അളവ് എത്ര? ഉത്തരം 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴം ഉയരം. പുറപ്പാട് 27-1.
ക്വസ്റ്റ്യൻ യാഗപീഠം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം. ഉത്തരം ഖദിരമരം. പുറപ്പാട് 27:1. ക്വസ്റ്റ്യൻ യാഗപീഠത്തിന്റെ 4 കോണിലും ഏതുണ്ടായിരിക്കണം? ഉത്തരം കൊമ്പ്. ക്വസ്റ്റ്യൻ യാഗപീഠത്തിന്റെ കൊമ്പിനെ എന്തുകൊണ്ടാണ് പൊതിയേണ്ടത്? ഉത്തരം താമ്രം കൊണ്ട്. ക്വസ്റ്റ്യൻ യാഗപീഠത്തിന് കൊമ്പുകൾ എത്ര? ഉത്തരം 4. പുറപ്പാട് 27:2. ക്വസ്റ്റ്യൻ അതിന്റെ 4 കോണിലും കൊമ്പ് ഉണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. ഏതിന്റെ? ഉത്തരം യാഗപീഠത്തിന്റെ. പുറപ്പാട് 27:2. ക്വസ്റ്റ്യൻ യാഗപീഠത്തിലെ ഉപകരണങ്ങൾ ഏവ? ഉത്തരം ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം. പുറപ്പാട് 27:3. ക്വസ്റ്റ്യൻ മുൾക്കൊളുത്തിന്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം മുപ്പല്ലി. ക്വസ്റ്റ്യൻ യാഗപീഠത്തിലെ അഗ്നിയുടെ പ്രത്യേകത എന്താണ്? ഉത്തരം ഒരിക്കലും അണയുകയില്ല. ക്വസ്റ്റ്യൻ യാഗപീഠത്തിൽ നിന്നല്ലാതെയുള്ള അഗ്നിയുടെ പേരെന്ത്? ഉത്തരം അന്യാഗ്നി. ലേവ്യ 10:1. ക്വസ്റ്റ്യൻ അന്യാഗ്നി അർപ്പിച്ച 2 പേർ. ഉത്തരം നാദാബും അബീഹൂവും. ലേവ്യ പുസ്തകം 10:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ താമ്രത്തൊട്ടിയുടെ സ്ഥാനം എവിടെ? ഉത്തരം സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ. ക്വസ്റ്റ്യൻ തൊട്ടി നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ഏത്? ഉത്തരം താമ്രം. പുറപ്പാട് 38:8. ക്വസ്റ്റ്യൻ താമ്രത്തൊട്ടിയും താമ്രക്കാലും നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചത് എന്താണ്? ഉത്തരം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ. പുറപ്പാട് 38:8. ക്വസ്റ്റ്യൻ കാഴ്ചയപ്പത്തിന്റെ മേശ വച്ചിരുന്നത് എവിടെ? ഉത്തരം വിശുദ്ധ സ്ഥലത്ത് വടക്ക് വശത്ത്. പുറപ്പാട് 40:22. ക്വസ്റ്റ്യൻ കാഴ്ചയപ്പത്തിന്റെ മേശ നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം. ഉത്തരം ഖദിരമരം. പുറപ്പാട് 25:28. ക്വസ്റ്റ്യൻ സമാഗമന കൂടാരത്തിന്റെ മേശയുടെ അളവുകൾ എത്ര? ഉത്തരം 2 മുഴം നീളം, 1 മുഴം വീതി, 1.5 മുഴം ഉയരം. ക്വസ്റ്റ്യൻ മേശ പൊതിയുവാൻ ഉപയോഗിച്ച ലോഹം ഏത്? ഉത്തരം തങ്കം. പുറപ്പാട് 25:24. ക്വസ്റ്റ്യൻ 4 കാലിന്റെ മേശയ്ക്ക് എന്തുണ്ട്? ഉത്തരം പൊൻവളയം. പുറപ്പാട് 25:26. ക്വസ്റ്റ്യൻ മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ എങ്ങനെയുള്ളവയാണ്? ഉത്തരം ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞവ. പുറപ്പാട് 25:28. ക്വസ്റ്റ്യൻ മേശമേൽ നിത്യം എന്തുണ്ടായിരിക്കണം? ഉത്തരം കാഴ്ചയപ്പം. പുറപ്പാട് 25:30. ക്വസ്റ്റ്യൻ സമാഗമന കൂടാരത്തിലെ മേശമേലുള്ള ഉപകരണങ്ങൾ ഏവ? അവ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? ഉത്തരം തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും. തങ്കം കൊണ്ട്. പുറപ്പാട് 37:16.
ക്വസ്റ്റ്യൻ എത്ര കാഴ്ചയപ്പമാണ് വെക്കേണ്ടത്? ഉത്തരം 12. ക്വസ്റ്റ്യൻ 12 കാഴ്ചയപ്പം എന്തിന്റെ സൂചകമാണ്? ഉത്തരം 12 ഗോത്രങ്ങൾ. ക്വസ്റ്റ്യൻ കാഴ്ചയപ്പത്തിന്റെ മേശ ചുമക്കേണ്ട ചുമതല ആർക്കാണ്? ഉത്തരം കെഹാത്യ ലേവ്യർക്ക്. സംഖ്യ 3:31. ക്വസ്റ്റ്യൻ തീ കത്തിക്കുവാൻ പാടില്ലാത്ത ദിവസം? ഉത്തരം ശബത്ത് ദിവസം. പുറപ്പാട് 35:3. ക്വസ്റ്റ്യൻ സമാഗമന കൂടാരത്തിൽ നിലവിളക്കിന്റെ സ്ഥാനം എവിടെയാണ്? ഉത്തരം വിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്ത് തെക്ക് ഭാഗത്ത്. പുറപ്പാട് 40:24. ക്വസ്റ്റ്യൻ തങ്ക നിലവിളക്കിന്റെ പേരുകൾ ഏവ? ഉത്തരം നിലവിളക്ക്, തങ്ക നിലവിളക്ക്, കവരവിളക്ക്, വിളക്കുതണ്ട്. ക്വസ്റ്റ്യൻ നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ച തങ്കത്തിന്റെ തൂക്കം എത്ര? ഉത്തരം 1 താലന്ത്. പുറപ്പാട് 25:39. ക്വസ്റ്റ്യൻ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിന്റെ എല്ലാ കുറ്റികളും ഏത് ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്? ഉത്തരം തങ്കം. പുറപ്പാട് 27:19. ക്വസ്റ്റ്യൻ നിലവിളക്കിൽ നിന്നും പുറപ്പെടുന്ന ഓരോ ശാഖയിലും എന്തുണ്ടായിരിക്കണം? ഉത്തരം ഓരോ മൊട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടം. ക്വസ്റ്റ്യൻ നിലവിളക്കിലെ പുഷ്പപുടങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 22. പുറപ്പാട് 25:33-34 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നിലവിളക്കിലെ ദീപങ്ങൾ എത്ര? ഉത്തരം 7. പുറപ്പാട് 25:37. ക്വസ്റ്റ്യൻ നിലവിളക്കിന് മറ്റ് ഉപകരണങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നു? ഉത്തരം ചവണ, കരിന്തിരി പാത്രങ്ങൾ. പുറപ്പാട് 25:38. ക്വസ്റ്റ്യൻ ഒരു മൂടുശീലയിൽ എത്ര കണ്ണിയുണ്ടായിരിക്കണം? ഉത്തരം 50. പുറപ്പാട് 26:5. ക്വസ്റ്റ്യൻ ഏത് രീതിയിലുള്ള എണ്ണയാണ് വിളക്കിൽ ഒഴിക്കുന്നത്? ഉത്തരം ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. പുറപ്പാട് 27:20. ക്വസ്റ്റ്യൻ നിലവിളക്ക് എപ്പോഴാണ് കത്തേണ്ടത്? ഉത്തരം നിരന്തരം. പുറപ്പാട് 27:20. ക്വസ്റ്റ്യൻ ധൂപപീഠത്തിന്റെ സ്ഥാനം എവിടെ? ഉത്തരം തിരശീലയ്ക്ക് മുമ്പിൽ വിശുദ്ധ സ്ഥലത്ത്. പുറപ്പാട് 30:6. ക്വസ്റ്റ്യൻ ധൂപപീഠം നിർമ്മിച്ചത് എങ്ങനെ? ഉത്തരം ഖദിരമരം കൊണ്ട് നിർമ്മിച്ച് തങ്കം പൊതിഞ്ഞ്. പുറപ്പാട് 30:1-3 വരെ. ക്വസ്റ്റ്യൻ ധൂപപീഠത്തിന്റെ അളവെന്ത്? ഉത്തരം നീളവും വീതിയും 1 മുഴം, ഉയരം 2 മുഴം. പുറപ്പാട് 30:2. ക്വസ്റ്റ്യൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടേണ്ടത് എപ്പോൾ? ഉത്തരം രാവിലെ ദീപം തുടയ്ക്കുമ്പോഴും വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും. പുറപ്പാട് 30:7-8 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ധൂപപീഠത്തിന്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്നത് എപ്പോൾ? ഉത്തരം പാപപരിഹാര ദിവസത്തിൽ. ലേവ്യ
16-ന്റെ 17, 18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സ്വർഗീയ ദേവാലയത്തിൽ കാണപ്പെടുന്ന യാഗപീഠം ഏതാണ്? ഉത്തരം: ധൂപപീഠം. യെശയ്യാവ് 6-6, വെളിപ്പാട് 8-3. ക്വസ്റ്റ്യൻ: അതിപരിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങൾ. ഉത്തരം: നിയമപെട്ടകം, കൃപാസനം. പുറപ്പാട് 25-10 മുതൽ 22 വരെ. ക്വസ്റ്റ്യൻ: നിയമപെട്ടകത്തിന്റെ പേരുകൾ ഏവ? ഉത്തരം: 1 നിയമപെട്ടകം, 2 സാക്ഷ്യപ്പെട്ടകം, 3 ദൈവത്തിന്റെ പെട്ടകം, 4 കർത്താവായ യഹോവയുടെ പെട്ടകം, 5 വിശുദ്ധ പെട്ടകം, 6 യഹോവയുടെ ബലത്തിന്റെ പെട്ടകം. ക്വസ്റ്റ്യൻ: നിയമപെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം ഏത്? ഉത്തരം: ഖദിരമരം. പുറപ്പാട് 25-10. ക്വസ്റ്റ്യൻ: നിയമപെട്ടകത്തിന്റെ അളവ് എന്ത്? ഉത്തരം: 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം. പുറപ്പാട് 25-10. ക്വസ്റ്റ്യൻ: നിയമപെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കൾ ഏവ? ഉത്തരം: 1 മന്ന ഇട്ടുവച്ച പൊൻപാത്രം, 2 അഹരോന്റെ തളിർത്ത വടി, 3 നിയമത്തിന്റെ കൽപ്പലകകൾ. ക്വസ്റ്റ്യൻ: മത്സരികൾക്ക് അടയാളമായി സാക്ഷ്യപെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്നത് എന്താണ്? ഉത്തരം: അഹരോന്റെ തളിർത്ത വടി. സംഖ്യ 17-10. ക്വസ്റ്റ്യൻ: നിയമപെട്ടകത്തിന്റെ മേൽമൂടിയുടെ പേരെന്ത്? ഉത്തരം: കൃപാസനം. പുറപ്പാട് 25-20 മുതൽ 22 വരെ. ക്വസ്റ്റ്യൻ: യഹോവ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എവിടെ? ഉത്തരം: കൃപാസനത്തിന്മേൽ കെരൂബുകൾക്ക് മധ്യേ. പുറപ്പാട് 25-22. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിൽ നിയമപെട്ടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്ഥാനങ്ങൾ ഏവ? ഉത്തരം: എബ്രായർ 9-4, വെളിപ്പാട് 11-19. ക്വസ്റ്റ്യൻ: അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ അനുവദിക്കപ്പെട്ടതാരെ? ഉത്തരം: മഹാപുരോഹിതൻ മാത്രം, വർഷത്തിലൊരിക്കൽ. എബ്രായർ 9-7. ക്വസ്റ്റ്യൻ: പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഉണ്ടാക്കേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ ഏവ? ഉത്തരം: പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട്. പുറപ്പാട് 28-4. ക്വസ്റ്റ്യൻ: വിശുദ്ധ വസ്ത്രം എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്? ഉത്തരം: പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട്. പുറപ്പാട് 28-5. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരം സ്ഥിരമായിരുന്നത് എവിടെ? ഉത്തരം: ശീലോവിൽ, ന്യായാധിപന്മാരുടെ കാലം മുതൽ. 1 ശമൂവേൽ 4-4. ക്വസ്റ്റ്യൻ: ഏലിയുടെ കാലത്ത് നിയമപെട്ടകം പിടിച്ചുകൊണ്ടുപോയവർ? ഉത്തരം: ഫെലിസ്ത്യർ. 1 ശമൂവേൽ 4-3 മുതൽ 11 വരെ. ക്വസ്റ്റ്യൻ: ഏലിയുടെ കാലത്ത് ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയ നിയമപെട്ടകം എപ്പോഴാണ് തിരിച്ചു നൽകിയത്? ഉത്തരം: 7 മാസത്തിനു ശേഷം. 1 ശമൂവേൽ 6-1. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരം നിവർത്തതെന്നായിരുന്നു? ഉത്തരം: മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞതിന്റെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി. പുറപ്പാട് 40-17. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിൽ കടക്കാൻ അനുവദിക്കപ്പെട്ടവർ?
ഉത്തരം മോശ, അഹരോൻ, മറ്റു പുരോഹിതന്മാർ. പുറപ്പാട് 40-ന്റെ 31, 32 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരം ദൈവം സ്വീകരിച്ചതിന്റെ അടയാളം എന്തായിരുന്നു? ഉത്തരം മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറച്ചു. പുറപ്പാട് 40-ന്റെ 34. ക്വസ്റ്റ്യൻ: വിശുദ്ധ മന്ദിരത്തിന്റെ പണിക്ക് ഉപയോഗിച്ച ആകെ പൊന്ന് എത്ര? ഉത്തരം 29 താലന്തും 730 ഷേക്കേലും. പുറപ്പാട് 38-ന്റെ 24. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വഴിപാടായി വന്ന വെള്ളി എത്ര? ഉത്തരം 100 താലന്തും 1775 ഷേക്കേലും. പുറപ്പാട് 38-ന്റെ 25. ക്വസ്റ്റ്യൻ: വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മരശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് എന്ത് ചെലവായി? ഉത്തരം 100 ചുവടിന് 100 താലന്ത് വെള്ളി. പുറപ്പാട് 38-ന്റെ 27. ക്വസ്റ്റ്യൻ: തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുവാനും കുമിഴുമേൽ ചുറ്റുപടി ഉണ്ടാക്കുവാനും എത്ര ഷേക്കൽ വെള്ളി ചെലവായി? ഉത്തരം 1775 ഷേക്കൽ. പുറപ്പാട് 38-ന്റെ 28. ക്വസ്റ്റ്യൻ: വഴിപാട് വന്ന താമ്രം എത്ര? ഉത്തരം 70 താലന്തും 2400 ഷേക്കേലും. പുറപ്പാട് 38-ന്റെ 29. ക്വസ്റ്റ്യൻ: കൃപാസനം ഉണ്ടാക്കിയത് ആര്? ഉത്തരം ബെസലേൽ. പുറപ്പാട് 37-ന്റെ 6. ക്വസ്റ്റ്യൻ: ദിവ്യാത്മാവിനാൽ നിറയപ്പെട്ട കലാകാരൻ? ഉത്തരം ബെസലേൽ. പുറപ്പാട് 31-ന്റെ 5. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും യാത്ര പുറപ്പെട്ടിരുന്നത് എപ്പോൾ? ഉത്തരം മേഘം തിരുനിവാസത്തിന്മേൽ നിന്നുയരുമ്പോൾ. പുറപ്പാട് 40-ന്റെ 36. ക്വസ്റ്റ്യൻ: പകലും രാവും തിരുനിവാസത്തിന്മേൽ എന്തുണ്ടായിരുന്നു? ഉത്തരം പകൽ സമയത്ത് യഹോവയുടെ മേഘവും രാത്രി അഗ്നിയും. പുറപ്പാട് 40-ന്റെ 38. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാര നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ മോശ ശേഖരിച്ചത് എങ്ങനെ? ഉത്തരം സ്വമേധാദാനങ്ങൾ മുഖാന്തരം. പുറപ്പാട് 35-ന്റെ 1. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിനു വേണ്ടി സ്വമേധാദാനമായി വാങ്ങിയ വസ്തുക്കൾ ഏവ? ഉത്തരം പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റത്തോൽ, തഹശ് തോൽ, ഖദിരമരം, വിളക്കിന് എണ്ണ, സുഗന്ധവർഗ്ഗം, ഗോമേദകക്കല്ല്, രത്നങ്ങൾ. പുറപ്പാട് 25-ന്റെ 3 മുതൽ 7 വരെ. ക്വസ്റ്റ്യൻ: കൽപ്പലകയിൽ നിയമങ്ങൾ എഴുതിയത് ആര്? ഉത്തരം ദൈവം. പുറപ്പാട് 31-ന്റെ 18. ക്വസ്റ്റ്യൻ: കെരൂബുകളെ നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ബെസലേൽ. പുറപ്പാട് 37-ന്റെ 7. ക്വസ്റ്റ്യൻ: പൊന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ദൈവത്വം. ക്വസ്റ്റ്യൻ: വെള്ളി എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം വീണ്ടെടുപ്പിന്റെ. ക്വസ്റ്റ്യൻ: താമ്രം എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം ന്യായവിധിയുടെ. ക്വസ്റ്റ്യൻ: സ്വർഗീയ ഭാവത്തെ കാണിക്കുന്ന നിറം ഏതാണ്? ഉത്തരം നീല. ക്വസ്റ്റ്യൻ: രാജത്വ സൂചകമായ നിറം ഏതാണ്?
ഉത്തരം ധൂമ്രം. ക്വസ്റ്റ്യൻ: യാഗപീഠം എങ്ങനെയുള്ളതായിരിക്കണം? യാഗപീഠത്തെ തൊടുന്നവൻ എങ്ങനെയുള്ളവൻ ആയിരിക്കണം? ഉത്തരം അതിവിശുദ്ധം വിശുദ്ധൻ. പുറപ്പാട് 29:37. ക്വസ്റ്റ്യൻ: യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ രക്തം പുരട്ടേണ്ട 2 സന്ദർഭങ്ങൾ ഏവ? ഉത്തരം: 1 പുരോഹിതന്മാരെ പ്രതിഷ്ഠിക്കുമ്പോൾ, 2 പാപപരിഹാര ദിവസത്തിൽ. ക്വസ്റ്റ്യൻ: എത്ര സമാഗമനകൂടാരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിൽ ഉണ്ട്? അവ ഏവ? ഉത്തരം: 3. 1 ഇസ്രായേൽ മക്കൾ സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ചതിനെ തുടർന്ന് മോശ നിർമ്മിച്ച താൽക്കാലിക സമാഗമന കൂടാരം. 2 യഹോവയുടെ നിർദ്ദേശമനുസരിച്ച് മോശ നിർമ്മിച്ച സമാഗമന കൂടാരം. 3 യഹോവയുടെ പെട്ടകത്തിനു വേണ്ടി ദാവീദ് നിർമ്മിച്ച മന്ദിരം. താങ്ക്സ് ഫോർ വാച്ചിങ്.